ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റീരീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇനി ഞാൻ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കാണിച്ചു തരുന്നത് ഒരു ഈസി ബ്രെഡ് പിസ്സയാണ്. ചീസും മയോണൈസും ഒന്നും വേണ്ടാത്ത ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു വെജ് ബ്രെഡ് പിസ്സയാണ് ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പം നമുക്കിതിങ്ങനെ പ്രിപ്പയർ ചെയ്ത് നോക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമ്മുടെ ഈസി ബ്രെഡ് പിസ്സ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇതിന് വേണ്ട സോസ് തയ്യാറാക്കാം. അതിനുവേണ്ടി നമുക്ക് റെഡ് സോസാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് എടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് എടുത്തു. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ റെഡ് ചില്ലി ഫ്ലേക്സ് ചേർക്കുകയാണ്. നമുക്ക് വേറെ രീതിയിൽ പിസ്സ സോസ് തയ്യാറാക്കാം. ഞാനിത് പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കുന്ന രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ആവശ്യമുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരല്പം ഗാർലിക്ക് ചോപ്പ് ചെയ്തിട്ട് ഇടാം. ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല. ഇങ്ങനെ നമ്മുടെ പിസ്സ സോസ് ഞാനിവിടെ ഇൻസ്റ്റൻ്റായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നെക്സ്റ്റ് നമുക്ക് വൈറ്റ് സോസ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടർ എല്ലാം ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കട്ടയൊന്നും കൂടാതെ നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ ഒരു ക്രീമി സ്ട്രക്ചർ നമുക്ക് വേണം. നമുക്കിതിലേക്ക് അല്പമായിട്ട് പാലും ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട്. പാൽ നമുക്ക് അല്പമായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൽ കട്ടയൊന്നും പിടിക്കാതെ ഒരു ക്രീമി സ്ട്രക്ചർ കിട്ടണം. അതുവരെ നമുക്കിങ്ങനെ പാല് കൊടുക്കാം, ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് തിളയ്ക്കുകയും വേണം, എന്നാൽ കട്ടയൊന്നും പിടിക്കാനും പാടില്ല. ആ രീതിയിൽ നമുക്കിത് ഇളക്കി എടുക്കണം. ഇതേപോലെ ആയിട്ടുണ്ട്. നമ്മൾ പാലൊക്കെ ചേർത്ത് കൊടുത്തപ്പോൾ ഇതേപോലെ ഒരു ക്രീമി സ്ട്രക്ചർ പോലെ ആയിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അല്പമായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് ഇത്തിരി ലൂസായിട്ട് കിട്ടും. കട്ടയൊന്നും കൂടാതെ നമുക്കിത് എടുക്കണം. അതുകൊണ്ട് നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിതെല്ലാം പ്രിപ്പയർ ചെയ്തത്. കാരണം വലിയ ഫ്ലെയിമിൽ വെക്കുമ്പോൾ ചിലപ്പോൾ ഇത് അടിക്ക് പിടിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഗാർലിക് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നില്ല. ഞാനത് സോൾട്ടും പെപ്പർ പൗഡറും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അങ്ങനെ നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതിയാകും. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള ബ്രെഡ് നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റെഡ് സോസ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ഇങ്ങനെ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വൈറ്റ് സോസ് ചേർത്ത് കൊടുക്കാം. വൈറ്റ് സോസ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തൊക്കെ കൊടുക്കാം എല്ലായിടത്തേക്കും. ഇനി ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിൻ്റെ ടോപ്പിങ്സ് ആയിട്ട് കൊടുക്കാം. ഞാനിവിടെ ഗ്രീൻ ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വയ്ക്കാം. ഇനി ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കുകയാണ്.
ഇതിലേക്ക് ഞാൻ അല്പം ഒറിഗാനോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഉണ്ടെങ്കിൽ ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിത് തവയിലേക്ക് വെക്കാം. അതിനുവേണ്ടി ഞാനൊരു തവ എടുത്തിട്ടുണ്ട്. തവ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. നമുക്കൊരൽപ്പം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ മെൽറ്റ് ആകുമ്പോൾ നമുക്കതിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. നമുക്കിനി ഇത് കവർ ചെയ്ത് കുക്ക് ചെയ്യാം. നമുക്കിത് 2-3 മിനിറ്റ് നേരം അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇതിപ്പോൾ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എടുക്കാം. അങ്ങനെ നമ്മുടെ ബ്രെഡ് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡ് സ്ലൈസസും റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ക്വിക്ക് ആൻഡ് ഈസി ബ്രെഡ് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചീസൊന്നും ഇല്ലാത്ത നല്ല ചീസി ബ്രെഡ് പിസ്സ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കണം. നല്ല സൂപ്പർ ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ, ചീസൊന്നും വേണ്ട, നമുക്ക് ഇനി പിസ്സ തയ്യാറാക്കാനായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രെഡ് പിസ്സയാണിത്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ വേണം. അപ്പോൾ വേറൊരു അടിപൊളി റെസിപ്പിയായി വരുന്നവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.